മനക്കപ്പറമ്പ് റോഡിലെ ഗ്രീൻ മെഡോസിൽ സ്ഥാപിക്കുന്ന മുട്ടാർ മാലിന്യ ശുചീകരണ പ്ലാന്റിനു വേണ്ടിയുള്ള വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ ജനവാസ മേഖലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ജനങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റുമെന്നാണ് ഇവർ പറയുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ആരംഭിക്കുന്നു. സ്വാഗതം. ജനവാസ മേഖലയിൽ നിന്ന് വെറ്റ്വെൽ പമ്പ് മാറ്റി സ്ഥാപിക്കുക. ജനവാസ മേഖലയിൽ നിന്ന് വെറ്റ്വെൽ പമ്പ് മാറ്റി സ്ഥാപിക്കുക. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. വെറ്റ്വെൽ പമ്പ് വേണ്ടേ വേണ്ട. വെറ്റ്വെൽ പമ്പ് വേണ്ടേ വേണ്ട. വെറ്റ്വെൽ പമ്പിംഗ് പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പോണേക്കര റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവർക്കിതിൽ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിക്കെതിരെ ഇവർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. സർ, നിങ്ങളുടെ വലിയൊരു പ്രതിഷേധമാണിപ്പോൾ ഇവിടെ ഒരു ഈ മാലിന്യം ശുചീകരണ ഒരു പദ്ധതി അതിന്റെ ഭാഗമായി വരുന്നതിന് എന്തുകൊണ്ടാണ് നിങ്ങളിതിനെ എതിർക്കുന്നത്? ഞങ്ങൾ ആദ്യമായിട്ട് പറയട്ടെ, ഈ കനാൽ നവീകരണത്തിനോ ഈ പദ്ധതിക്കോ ഞങ്ങൾ ഒരു കാരണവശാലും എതിരല്ല. ഞങ്ങൾ ഈ പദ്ധതികളെ സർവാത്മന സ്വാഗതം ചെയ്യുന്നവരാണ്. പക്ഷേ ഞങ്ങൾ കൊച്ചിൻ കോർപ്പറേഷനിലെ 35-ാം ഡിവിഷനിൽ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തേക്ക് ജനസാന്ദ്രത കുറഞ്ഞ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെയും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെയും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെയും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൈപ്പിൽ കൂടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ റോഡ് വെട്ടിപ്പൊളിച്ച് ഞങ്ങൾക്ക് ഏക ഗതാഗത മാർഗമാണ് ഈ റോഡ് പോയാൽ ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഏക ഗതാഗത മാർഗമാണ്. ഇങ്ങോട്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് എന്തിനാണ് കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് പമ്പ് ചെയ്യുന്നത്? അത് ധനനഷ്ടം, സർക്കാരിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നതിനുള്ള മാർഗമാണ്. രണ്ടാമത്, ഇവിടെ സ്ഥലത്തിന് 5 ലക്ഷം രൂപയേ വിലയുള്ളൂ. ഈ സ്ഥലം എടുക്കുന്നത് സെൻറ്റിന് 40 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അതുതന്നെ സർക്കാരിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നതിനുള്ള ഇതിനകത്ത് ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഗൂഢാലോചന, അഴിമതി ഞങ്ങൾ ആരോപിക്കുന്നു. അതുകൊണ്ട് ഈ അഴിമതിയെ പറ്റിയിട്ട് അന്വേഷിക്കണം. ഇതിലും വളരെ വില കുറഞ്ഞ സ്ഥലത്തിന് വില കുറവുള്ള സ്ഥലമാണ് അവിടെയുണ്ട്. ഞങ്ങൾ ധാരാളം സ്ഥലം അവിടെയുണ്ട്. നേരിട്ട് മുട്ടാർ പദ്ധതിയിലേക്ക് കളമശ്ശേരിയിലെയും തൃക്കാക്കരയിലെയും ഒക്കെ മാലിന്യം കൊണ്ടുവരാം. അവിടെ സ്ഥലത്തിന് വിലയും കുറവാണ്, ജനസാന്ദ്രതയും കുറവാണ്. അതുകൊണ്ട് ആ മാർഗം സ്വീകരിക്കണം. ഇവിടെ 15 കൊല്ലം മുമ്പത്തെ സാറ്റലൈറ്റ് പിക്ചർ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ഈ 15 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ എത്രയോ വീടുകൾ വന്നു, ഫ്ലാറ്റുകൾ വന്നു. ഈ സ്ഥലത്തിൻ്റെ തൊട്ട് വെറും 3 മീറ്റർ താഴെ ഉള്ളൂ ഈ 8 കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്. ഒരു കക്കൂസ് നിർമ്മിക്കണമെങ്കിൽ 3 മീറ്റർ ഗ്യാപ്പ് ഇടണം. അതുപോലെ തന്നെ ഈ റോഡ് വെട്ടിപ്പൊളിച്ചാൽ ഇവിടെ 2500 കുട്ടികൾ പഠിക്കുന്ന കാമ്പ്യൻ സ്കൂളുണ്ട്. അവർക്ക് 28 വാഹനങ്ങളുണ്ട്. ഈ കുട്ടികൾ എങ്ങനെ വരികയും പോവുകയും ചെയ്യും? ഈ റോഡ് വെട്ടിപ്പൊളിച്ചാൽ ഏക റോഡാണിത്. അതുപോലെ ഇവിടെ ഭിന്നശേഷിക്കാർ പഠിക്കുന്ന സ്കൂളുണ്ട്. ആ ഓട്ടിസം വരെ ബാധിച്ച കുട്ടികൾ അവിടെയുണ്ട്. എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ എങ്ങനെ ഈ കുട്ടികളെ ഇവാക്യുവേറ്റ് ചെയ്യും? ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ആരോഗ്യത്തെ ഇത് ബാധിക്കും. മാത്രമല്ല, ഇത് വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. ഏറ്റത്തിൽ ഇവിടെ വെള്ളം കയറും. ഒരു അരമണിക്കൂർ മഴ പെയ്താൽ ഈ പ്രദേശം വെള്ളത്തിലാവും. അങ്ങനെയുള്ളിടത്ത് വെറ്റ്വെൽ പമ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടി ഒലിച്ച് ഈ മാലിന്യമല ഇവിടെ ഒഴുകി ഈ കനാൽ നവീകരണത്തിൻ്റെ ഭാഗമാണിതെന്നാണ് പറയുന്നത്. ഈ കനാലിലേക്ക് തന്നെ ഇതെല്ലാം ഒഴുകി ഈ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. രണ്ടാമത്, ഈ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ഈ വെറ്റ്വെൽ പമ്പ് സ്ഥാപിച്ചാൽ അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അത് ബേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്, ഒരു അരമണിക്കൂർ പവർ ഫെയിലിയർ ഉണ്ടായാൽ ഈ വെറ്റ്വെൽ പമ്പിൻ്റെ പ്രവർത്തനം അതിനകത്ത് ഗ്യാസ് ഫോം ചെയ്തിട്ട് ബേസ്റ്റാകും. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ജനസാന്ദ്രതയുള്ള മേഖലയിൽ എന്തിനാണ് ഇത് സ്ഥാപിക്കുന്നത്? ഈ പ്രദേശത്തെ മാലിന്യം അല്ല ഇവിടെ കൊണ്ടുവരുന്നത്. കളമശ്ശേരിയിലെയും തൃക്കാക്കരയിലെയും മാലിന്യം നേരിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമുണ്ട്. അവിടെ വസ്തുവിന് വില കുറവാണ്,
കാരണം മുനിസിപ്പൽ ഏരിയയാണ്, ഇത് കോർപ്പറേഷൻ ഏരിയയാണ്, നേരിട്ട് അങ്ങോട്ട് വിടുക. ആ മാർഗ്ഗങ്ങൾ ആരായാതെ 15 കൊല്ലം മുമ്പത്തെ സാറ്റലൈറ്റ് പിക്ചർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച ഈ സ്ഥലം ഇതിനകത്ത് വളരെ ദുരൂഹതയുണ്ട്. ഇത് ജനക്ഷേമത്തിനുള്ള പദ്ധതിയല്ല, ഇത് പിന്നെ പൊതുജനങ്ങളുടെ പണം, സർക്കാരിൻ്റെ പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് ഈ അഴിമതിയെ പറ്റിയിട്ട് അന്വേഷിക്കണം. ഈ പദ്ധതി ഇവിടെ നിന്ന് മാറ്റി ജനവാസ മേഖലയിൽ നിന്ന് ജനവാസം കുറഞ്ഞ മേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കണം. മുട്ടാർ പദ്ധതി നടപ്പാക്കുന്നതിന് ഞങ്ങളെതിരല്ല. അതുപോലെ ഈ കനാലുകളെല്ലാം നവീകരിക്കണം. വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഇത്തരത്തിലൊരു പദ്ധതി വന്നാൽ നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും, നിങ്ങളുടെ ഒരു ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെ പോകുമെന്നാണ് കരുതുന്നത്, അല്ലേ? അതെ, നമ്മൾ എല്ലാം ആശങ്കാജനകമാണ് നമ്മുടെ ജീവിതം. നമുക്ക് ഈ ഒരൊറ്റ റോഡ് മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത് വെട്ടിപ്പൊളിച്ച് താറുമാറാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനജീവിതം എങ്ങനെയായിരിക്കും? നമ്മുടെ ഇൻ്റർഗ്രേറ്റഡ് വാട്ടർ പൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇപ്പോൾ ആസൂത്രണം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അവരുടെ കീഴിൽ ഏകദേശം ഒരു 6 കനാൽസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് ഒട്ടും എതിരല്ല. ഈ കണ്ടമിനേറ്റ് വാട്ടർ, അതായത് തൃക്കാക്കരയായാലും തൃപ്പൂണിത്തുറ ആ ഭാഗത്തുള്ള എല്ലാ കണ്ടമിനേറ്റഡ് വാട്ടറിനും ഇവിടെ ക്രോഡീകരിക്കുക, ഇവിടുന്ന് ശുദ്ധീകരിച്ച് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരുടെ ജീവിതം ആശങ്കാജനകമാണ്. അതിൽ ഞങ്ങൾ എതിരാണ്. നമ്മൾ മുഖ്യമന്ത്രി തൊട്ട് താഴെക്കട വരെ നമ്മൾ ആപ്ലിക്കേഷൻ അപേക്ഷ അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്താവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതെല്ലാം നിങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ കഴിയണതും ഇതിൽ നിന്നും ഈ പമ്പിംഗ് സ്റ്റേഷൻ മാറ്റി തരിക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ. കോർപ്പറേഷനെ നിങ്ങൾ ഈ ആശങ്ക അറിയിച്ചില്ല, അവരുടെ മറുപടി? പക്ഷേ കോർപ്പറേഷനിൽ നിന്നും അവർ റെസ്പോൺസിബിൾ അല്ല. നമ്മളെ കൗൺസിലറായിരുന്നാലും ശരി, പിന്നെ നമ്മളെ മേജറായിരുന്നാലും ശരി, അവർക്കൊന്നും അറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വന്നിട്ട് അവർ ഒളിച്ചു വച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം അവർക്കറിയാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആളുകൾ ഇവിടെ വന്ന് സ്ഥലം പരിശോധിക്കുകയും ഒക്കെ ഈ ഇടയ്ക്ക് വന്ന് ചെയ്തിരുന്നു. വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, പല ആൾക്കാരും വന്നിട്ടുണ്ട്. പക്ഷേ പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടോ എങ്കിലും അവരെല്ലാം കടലാസിൽ ഒതുക്കി വെച്ചിരിക്കുകയാണെല്ലാം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ പദ്ധതി എന്ന് വരുമെന്ന വല്ല മുൻ അറിയിപ്പുകളോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? മുന്നറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇത് പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഈ പദ്ധതി നടക്കുകയില്ല, നടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതിന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാൻ തന്നെ ഞങ്ങൾ തയ്യാറാണ്. അപ്പം ഇത്രയും ജനസാന്ദ്രതയുള്ള ഈ കോർപ്പറേഷൻ ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കും പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ ഇത് നടത്തിക്കയില്ല. ഞങ്ങൾ ജീവൻ പണയം വെച്ചാലും ഇതിനെ എതിർക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ സ്ഥലം ഏറ്റെടുപ്പിൽ പോലും വലിയ രീതിയിലുള്ള ഒരു അഴിമതി നടന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഴിമതി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ 5 ലക്ഷം രൂപയുടെ 40 ലക്ഷത്തിന് എടുക്കുകയാണെങ്കിൽ അത് അഴിമതിയല്ലേ? അപ്പോൾ ആ അഴിമതിക്കും എല്ലാം ഞങ്ങൾ എതിരാണ്. അപ്പോൾ അതിന് നല്ലൊരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പദ്ധതിയുടെ പുറകെ തന്നെ നടക്കും. ഇത് നടപ്പാക്കാൻ ഇവിടെ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഉറച്ച തീരുമാനം. ഈ സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണ്, അതിൽ നിന്നാണ് അതോ? സ്വകാര്യ വ്യക്തിയുടെയാണ് ഈ സ്ഥലം. അവിടെ നിന്നാണ് സർക്കാർ? അത് അവിടെ അതെ 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 ഈ അതെ അന്യായ വില കൊടുത്തിട്ട് എടുക്കുന്നത്. അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാവും, അതിനു വേണ്ടി മാത്രമാണ്. ഈ പദ്ധതി ഇനി നടപ്പാക്കിയാൽ പോലും നിങ്ങളുടെ കുടിവെള്ളം അടക്കം മലിനമാകാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഇല്ലേ? സാധ്യതയുണ്ട്. ഈ കുടിവെള്ളം ഇതുവെല്ലാം പൊട്ടുകയാണെങ്കിൽ കുടിവെള്ളത്തിലും അതുപോലെ നമ്മുടെ മാലിന്യമായിരിക്കും ഒഴുകി വരുന്നത്. നമ്മുടെ കക്കൂസ മാലിന്യമാണല്ലോ ഇതിനകത്തൂടെ ഈ പൈപ്പിനൂടെ വരുന്നത്. അതെല്ലാം പൊട്ടി ഇവിടെ എല്ലാം മലിനീകരണം ഉണ്ടാവാതിരിക്കുമോ? അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വരും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഒഴിവാക്കിയിരിക്കും. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. വലിയ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. തിരക്കേറിയ ഒരിടം കൂടിയാണ്. അടുത്ത് അമൃത ആശുപത്രിയും സ്കൂളും ഒക്കെയുള്ള ഒരിടത്ത് ഇത്തരത്തിലൊരു പ്ലാന്റേഷൻ വരുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെയാണ് നാട്ടുകാർ ഇതിനെ പ്രതിഷേധിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിലെ തന്നെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. പക്ഷേ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മറുപടിയോ അല്ലെങ്കിൽ ഇവരുടെ ആശങ്ക ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടാക്കിയിട്ടുമില്ല. ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, പെട്രോൾ പമ്പ് വേണ്ടേ വേണ്ട, പെട്രോൾ പമ്പ് വേണ്ടേ വേണ്ട, വേണ്ട.
ജനകീയ സമരം സിന്ദാബാദ്. വെറ്റ്വെൽ പമ്പ് വേണ്ടേ വേണ്ട. വെറ്റ്വെൽ പമ്പ് വേണ്ടേ വേണ്ട. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 750ഓളം ഫാമിലീസ് ഇവിടെ ഉണ്ട്. അതിൽ 3 അംഗങ്ങളെ വെച്ച് കൂട്ടിയാലും 2000 ചില്ലാനം ആളുകൾ വരുന്നുണ്ട്. 50 മീറ്റർ പോലും ദൂരമില്ല ഈ ക്യാമ്പയിൻ സ്കൂളിലേക്ക്. 2500 കുട്ടികൾ പഠിക്കുന്ന സ്കൂള്. അത് കിൻഡർ ഗാർട്ടൻ മുതൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ 12ാം ക്ലാസ് വരെ ഉണ്ട് അവിടെ. അതുമാത്രമല്ല, നമുക്ക് ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇനി ഇവിടെ ഈ തോടും കനാലും എല്ലാം ഇതിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ടായിരുന്ന സംഭവങ്ങളാണ്. ഇവിടെ ഒരു സ്ഥാപനം വന്നുകൂടി അത് എൻ്റെ വേസ്റ്റ് വാട്ടറെല്ലാം ഒഴുകി അത് മാലിന്യപ്പെട്ട് കിടക്കുകയാണ്. അത് ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒരു പമ്പിങ് സ്റ്റേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാത്രമല്ല ഈ വരും തലമുറയ്ക്ക് വരെ അതൊരു പ്രശ്നമാണ്. ഇന്ന് ഒരു കാര്യവും ഏറ്റെടുത്ത് നടപ്പാക്കാൻ ആർജവമില്ലാത്ത രീതിയിലാണ് എല്ലാ പ്ലാനിങ്ങുകളും ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയോ എന്തെങ്കിലും തരത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയോ നടന്നാൽ തന്നെ ഞങ്ങളുടെ ജനജീവിതം ആരോട് പോലും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മോശപ്പെട്ട അവസ്ഥയിലോട്ട് വരും. ഒരു കാരണവശാലും ഞങ്ങൾ ഇത്രയും ഫാമിലീസും തൊട്ടടുത്തുള്ള റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് അനുകൂല സംഘടനകളും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. കാരണം ന്യായം ഞങ്ങളുടെ ഭാഗത്തായത് കൊണ്ട് മാത്രം. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങളത് അംഗീകരിക്കില്ല, അനുവദിക്കില്ല. അത് തന്നെ പറയാനുള്ളത്. ഈ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നതിന് സമീപം ഇത്തരത്തിലൊരു മാലിന്യം പ്ലാന്റേഷൻ കൊണ്ടുവരുന്നതിന് പോലും ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് അത് 15 വർഷം മുൻപ് ഈ ഏരിയയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയതിന് പിന്നാലെ എന്നുള്ളൊരു വിശദീകരണമാണ് ഇവർക്ക് നൽകുന്നത്. പക്ഷേ 15 വർഷത്തിനിപ്പുറം അവിടെ നിരവധി കെട്ടിടങ്ങൾ വന്നു, ഫ്ലാറ്റുകൾ വന്നു, സ്കൂളുകൾ വന്നു, ആശുപത്രി വന്നു. അപ്പോൾ ഇതൊക്കെ ഇവരെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആശങ്കയും ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചേച്ചി, വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് നിങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ നേരിടാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് മറുപടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആശങ്ക? ഇപ്പോൾ കേട്ടതെല്ലാം ഞങ്ങളുടെ ആശങ്കകൾ തന്നെയാണ്. ഇവിടെ ഓരോ ഓഫീസേഴ്സ് വരുമ്പോൾ എന്തിനാണ് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ബോട്ട് ജെട്ടി വരാൻ പോകണു. അവർ നല്ല കാര്യമാണ്, ഞങ്ങൾക്കും സന്തോഷമായ ഒരു ബോട്ട് ജെട്ടി വരണം, നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നടന്ന ഓരോ കാര്യങ്ങളും വളരെ രഹസ്യമായിട്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു ബോംബാണെന്ന് മനസ്സിലായത്. നമ്മൾക്ക് ആദ്യമേ പറഞ്ഞ പോലെ ഞങ്ങളാരും ഒന്നിനും അഗെയിൻസ്റ്റ് അല്ല. ഇത് വരണം, നമ്മുടെ നാട് നന്നാവണം, ബ്യൂട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം, ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഞങ്ങളുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യണം. ഇവിടെ ഇത്ര ആളുകളുണ്ട്, സ്കൂൾസ് ഉണ്ട്, ദേവാലയങ്ങളും അമ്പലങ്ങളും കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയും ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും അമൃത ഹോസ്പിറ്റലും കാണാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അതിന് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകളും എല്ലാം ഇവിടെ താമസമുണ്ട്. അപ്പം നമ്മൾ ഇത് എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് കിട്ടിയപ്പോൾ നമ്മൾ എല്ലാ അധികൃതരെ അറിയിച്ചു. എന്നെ അറിയിക്കാൻ ആരുമില്ല, എല്ലാവരും അറിയിച്ചു. അപ്പോൾ അവരാരെങ്കിലും നമ്മളടുത്ത് വന്ന് സംസാരിച്ചിട്ട് നമ്മൾക്ക് പറഞ്ഞു തരണ്ടേ, ഇതിങ്ങനെയാണ് നടക്കാൻ പോണത്, ഇതിങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവണം ഞങ്ങൾ പറയണത് എത്ര ബുദ്ധിമുട്ടിലാണെന്നുള്ളത്. ഇതൊന്നും ഇല്ലാണ്ട് അവർ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേറൊന്നുമില്ല, കുറച്ച് പോപ്പുലേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക, അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണത്. ഇവിടെ സ്ഥലങ്ങളും ഉണ്ട്, നമ്മൾ കാണിച്ചും കൊടുത്തിട്ടുണ്ട്, ഇനിയും നമ്മൾ കാണിച്ചു കൊടുക്കാം. അവിടേക്ക് മാറ്റിയാൽ മാത്രം മതി. പദ്ധതി നടന്നോട്ടെ, എല്ലാവർക്കും സന്തോഷം. അതിലുള്ള അഴിമതി അന്വേഷിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കട്ടെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റേഷൻ ഇവിടെ വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ലീക്കായാൽ അത് നിങ്ങളുടെ കുടിവെള്ളത്തെ അടക്കം ബാധിക്കുമോ എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിലെ പോലും അത് വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പലയിടത്തും നമ്മൾ ഇത്തരത്തിൽ കാണുന്നുമുണ്ട്. ഇപ്പം കാണാം, ഞങ്ങൾ കുറച്ച് പേരെ വെച്ചാൽ ബാക്കിയെല്ലാം സീനിയർ സിറ്റിസൺസാണ്. ഞങ്ങൾ വന്നത് ആഫ്റ്റർ എ ലോങ് ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു റിട്ടയർഡ് ലൈഫിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇതുപോലൊരു ബോംബുണ്ടെങ്കിൽ തല വെച്ച് നമ്മൾ എവിടേക്ക് ഓടും? ഞങ്ങൾ ആരും
പെർഫെക്റ്റ് അല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഞങ്ങളോടായിരുന്നു ആദ്യമേ അവർ സംസാരിക്കേണ്ടത്. ഇങ്ങനൊരു സാധനം വരുന്നുണ്ട്, നമ്മുടെ അഭിപ്രായം കേൾക്കണം. ഇതൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കാത്ത സ്ഥിതിക്ക്, ഇതുവരെ ആയ സ്ഥിതിക്ക് നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് അവർ കേൾക്കണം. കേട്ടിട്ട് ഇതുപോലെ പോപ്പുലേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക, എല്ലാം എളുപ്പമായിട്ട് പോയിക്കൊള്ളും. അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു പ്ലാന്റേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും ഇവരെ കൃത്യമായി അറിയിക്കുകയോ ഇവരുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ഇതിനെക്കുറിച്ചൊരു ചർച്ച പോലും നടത്താതെയാണ് ഇതിൻ്റെ സ്ഥലമെടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളും കല്ലിടലും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോഴും ആശങ്കയായും പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ റോഡ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്, പുറം ലോകത്തെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആകെ വഴിയാണ്. അവിടെ പോലും ഇത്തരത്തിലുള്ളൊരു നിർമ്മിതികളൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഈ റോഡ് മാർഗ്ഗമല്ലാതെ വരവില്ല. ഇപ്പോഴും മക്കളാണെങ്കിൽ അടുത്തില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ വന്നു പോയാൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല ജീവിക്കാനായിട്ട്. അത്രമാത്രം പറയാനുള്ളൂ. അങ്ങനെ അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്ലാന്റേഷൻ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും സ്വാഭാവികമായ നടപടിയായി തന്നെ കാണാം. വലിയ ഒരു ആശങ്ക തന്നെയാണ്, ഒരു വിഷമം തന്നെയാണ് ഈ പ്ലാന്റേഷൻ ഇവിടെ വരുന്നതിന്. അതെ അതെ, ഞാൻ ഈ ഫ്ലാറ്റിൽ താമസിക്കാനാണ്. ഇത് വന്ന് ഞാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് മാറ്റി സ്ഥാപിക്കണം ഇവിടുന്ന്, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എല്ലാ തരത്തിലും നിങ്ങൾ പ്രതിഷേധം. അതെ അതെ, ഈ റോഡിൻ്റെ അടിയിൽ കൂടെയാണ് കുടിവെള്ള പൈപ്പ് വരുന്നത്. അങ്ങനെ 3-4 പലവിധ പൈപ്പുകളുണ്ട്. ഞങ്ങളുടെ ഏക കുടിവെള്ള മാർഗം ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളമാണ്. അതിനോട് ചേർന്നിട്ട് ഈ മാലിന്യ പൈപ്പും കൂടെ സ്ഥാപിച്ചാൽ അത് കലർന്ന് അത് തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ്. അങ്ങനെ സ്ഥാപിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നുമില്ല. അപ്പോൾ എല്ലാ വിധത്തിലും ആരോഗ്യത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും അതുപോലെ ഗതാഗത മാർഗത്തിനും എല്ലാത്തിനും ആശങ്ക ഉണർത്തുന്ന പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നായിരിക്കും ഈ പദ്ധതി ആരംഭിക്കുക? അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പോ ഒരു അറിയിപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ KMRLൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരികയും അതുപോലെ ലാൻഡ് അസൈൻമെൻറ്റ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഇവിടെ കല്ലിടുകയും ചെയ്തു. അപ്പോൾ പദ്ധതിയായിട്ട് അവർ വളരെ ശീഘ്രമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ പദ്ധതിക്കെതിരല്ല, ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ ഈ പദ്ധതിയോട് സർവാത്മനായി യോജിക്കുന്നവരാണ്. പക്ഷേ ജനവാസ മേഖലയിൽ നിന്ന്, ജനസാന്ദ്രത കൂടിയ മേഖലയിൽ നിന്ന് ഈ മാലിന്യ പദ്ധതി മാറ്റണം. എന്നല്ല, മറ്റ് സ്ഥലങ്ങളിലെ മാലിന്യമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് അവിടെ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നേരെ മുട്ടാർ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരത്തില്ലേ? അതാണ് ജനസാന്ദ്രത കുറഞ്ഞ മേഖല, അതാണ് മുനിസിപ്പൽ ഏരിയ. കോർപ്പറേഷൻ ഏരിയയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഗതി എന്തിനാണ് ഈ കോർപ്പറേഷൻ്റെ 35-ാം വാർഡിലേക്ക് കൊണ്ടുവരുന്നത്? അതുപോലെ ഈ സ്ഥലമെടുപ്പിലെ അഴിമതി, സർക്കാരിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യാനായിട്ട് ഈ അഴിമതി ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നവർ സ്ഥലം കണ്ട് അല്ലെങ്കിൽ കല്ലിടിയിലടക്കമുള്ളവ നടത്തിയിട്ടും നിങ്ങളോട് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല? ഇല്ല. ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. ഓരോ നാട്ടുകാരോടൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും സംസാരിച്ചിട്ടില്ല. യാതൊന്നും ഇതിനെപ്പറ്റി നമുക്കൊരു അറിവ് പോലും ഇല്ല. ഇവരെപ്പോൾ ഇത് ഇങ്ങനൊരു പ്രോജക്റ്റ് ആണെന്ന് പോലും കൂടെ നമ്മൾ ഈ ഗ്രൂപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ അറിയുന്നത് പോലും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അതാണ്. ഉദ്യോഗസ്ഥരുമായിട്ട് നിങ്ങളിത് സംസാരിച്ചോ? ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു അല്ലേ? ഉദ്യോഗസ്ഥരുമായിട്ട് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറഞ്ഞ നമ്മളെ വന്ന് മീറ്റ് ചെയ്യും, കാണും, അതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ അത് കൂടുതൽ പരിഹരിക്കും, സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ കണ്ടിട്ടേ ഇല്ല. അതിനെ തുടർന്നാണ് നിങ്ങളൊരു പ്രതിഷേധവുമായി എത്താൻ തീരുമാനിച്ചത്? അതെ, തീർച്ചയായിട്ടും. കളക്ടർ അടക്കമുള്ളവരെ കണ്ട് സംസാരിച്ചു. ഇവർ കളക്ടർ ഡയറക്റ്റായിട്ട് നമ്മളുമായിട്ട് മീറ്റിംഗ് വെക്കാം, ഇവിടെ വന്ന് ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ ആശങ്കയാണ് ഇവരുടെ. എന്താണ് ഇവിടെ വരാൻ പോകുന്ന പ്രോജക്റ്റ് എന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏതൊക്കെ രീതിയിൽ മോശമായി ഭവിക്കുമെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പോ അറിയിപ്പോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ ചർച്ചയോ ഒന്നും തന്നെ കോർപ്പറേഷൻ്റെയോ മറ്റ് അധികൃതരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇനിയും ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്താൻ തന്നെയാണ് ഈ നാട്ടുകാരുടെ തീരുമാനവും. മേഖലയിൽ നിന്ന് വെറ്റ് പമ്പ് മാറ്റി സ്ഥാപിക്കുക. ജനവാസ മേഖലയിൽ നിന്ന് വെറ്റ് പമ്പ് മാറ്റി സ്ഥാപിക്കുക. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്.
വെറ്റ്വെൽ പമ്പ് വേണ്ടേ വേണ്ട, വെറ്റ്വെൽ പമ്പ് വേണ്ടേ വേണ്ട. വലിയ പ്രതിഷേധമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തു വന്നാലും ഈ പ്ലാന്റേഷൻ ഇവിടെ സ്ഥാപിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇവരെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.